തിരുവനന്തപുരത്ത് ശുചീകരണ തൊഴിലാളിക്ക് മാലിന്യ മാഫിയയുടെ മർദ്ദനം. നഗരസഭാ ശുചീകരണ തൊഴിലാളി രാഹുലിനാണ് മർദ്ദനമേറ്റത്. കരിമഠം സ്വദേശികളായ പൊട്ടൻ ഷമീർ, പ്രശാന്ത്, കണ്ണൻ എന്നിവരാണ് മർദ്ദിച്ചത്. രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നത് തടഞ്ഞതിനാണ് മർദ്ദനം. ഫോർട്ട് പോലീസ് കേസെടുത്തു. കോൺഫിഡൻറ്റ് കോളിട്ടാണ് ഈ നടുക്ക് നിന്ന് വേസ്റ്റ് അടിക്കുന്നത്. നാട്ടിൽ വന്ന് 2 ബാരിക്കേഡിൻ്റെ ഇടയിൽ വണ്ടി നിർത്തി ഓടയ്ക്കകത്ത് വേസ്റ്റ് അടിക്കുന്നത്. 17-ാം തീയതി പുലർച്ചെ ഇതേപോലെ അലങ്കാരം എന്ന് പറയുന്ന കടയിൽ നിന്ന് വീണ്ടും വേസ്റ്റ് എടുക്കുമ്പോൾ വണ്ടി അവിടെ ഇട്ട് പിടിക്കുന്നത്. അത് 2ാമത്തെ ആട്ടയാണ്. ആദ്യം പിടിച്ച ആട്ട അകത്ത് തന്നെ ഉണ്ട്. ഇത് 2ാമത്തെ ആട്ടയാണ്. അപ്പം ആ വണ്ടി പിടിച്ച് പിടിക്കാൻ വേണ്ടി ഓടി വന്ന് ഡ്രൈവറിനെ ചേട്ടാ വണ്ടി എടുക്കല്ലെന്നും പറഞ്ഞ് ഡ്രൈവറിൻ്റെ അടുത്ത് പറയുകയും ഈ വേസ്റ്റ് കയറ്റിക്കൊണ്ട് നിന്ന പയ്യെ ബാക്കിൽ കൂടെ വന്ന് എന്നെ മർദ്ദിക്കുകയും ചെയ്തു. എന്നെ അടിച്ചതിന് ശേഷം ഇവർ ആട്ട എടുത്തുകൊണ്ട് പിന്നെ 2 പേരായിട്ട് വന്ന് മൊത്തം 4 പേരായി. നമ്മളും 4 പേരുണ്ട് ഡ്യൂട്ടിക്കാർ. അപ്പോൾ ഇവർ അതിനു മുമ്പേ നമ്മൾ 2 പേര് മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇവർ 2 പേരും കൂടെ വന്ന് മൊത്തം 4 പേരായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തി കമ്പൊക്കെ കൊണ്ടുവന്ന് വിരട്ടി ആട്ട എടുത്തുകൊണ്ട് പോയി. റിനു ശ്രീധർ ചേരുന്നു നമുക്കൊപ്പം. റിനു ശ്രീധർ, ശുചീകരണ തൊഴിലാളിയെ മാലിന്യം ഇടുന്നത് തടഞ്ഞതിനാണ് തല്ലിയിരിക്കുന്നത്. ഗുണ്ടാ മാഫിയ എന്നൊക്കെ പറയുന്നത് പോലെ ഗുണ്ടകളടങ്ങുന്ന ഒരു മാലിന്യ മാഫിയ ഈ മാലിന്യം തള്ളാനായി പല ആളുകളാൽ നിയോഗിക്കപ്പെടുന്നുണ്ട് എന്നതാണോ മനസ്സിലാക്കേണ്ടത്? സുജയ, തിരുവനന്തപുരം നഗരത്തിൽ അനധികൃതമായി മാലിന്യം ശേഖരിക്കുകയും അത് പാർവതി പുത്തനാറിലും ആമഴിഞ്ചാൻ തോട്ടിലും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മാലിന്യ മാഫിയ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. നിരവധി തവണ ഇവരെ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവർ എന്നുള്ളതാണ്. കഴിഞ്ഞ 17-ാം തീയതിയാണ് ഇവരെ പോലെയുള്ളവരെ തടയുന്നതിന് വേണ്ടി നഗരസഭ രാത്രികാലങ്ങളിൽ അടക്കം ശുചീകരണ തൊഴിലാളികളെ പല സ്ഥലങ്ങളിലും നിയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കിഴക്കേക്കോട്ടയിലെ ഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിയമിച്ചിരുന്ന ശുചീകരണ തൊഴിലാളിയാണ് ആറ്റുകാൽ സ്വദേശിയായിട്ടുള്ള രാഹുൽ. ഈ മാലിന്യം ഒരു ഹോട്ടലിൽ നിന്ന് കയറ്റുന്ന സാഹചര്യത്തിലാണ് രാഹുൽ അടക്കമുള്ള 3 പേർ എത്തി ഈ ഓട്ടോറിക്ഷ തടയുന്നത്. അപ്പോഴാണ് 3 പേർ ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് എത്തി ഈ രാഹുലിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് കരിമഠം സ്വദേശികളായിട്ടുള്ള പൊട്ടം ഷമീർ, അതുപോലെ തന്നെ പ്രശാന്ത്, കണ്ണൻ എന്നിവരാണ് എന്നുള്ളതാണ്. ക്രൂരമായി രാഹുലിനെ മർദ്ദിച്ചു. രാഹുൽ ഇപ്പോഴും വീട്ടിൽ ചികിത്സയിലാണ്. ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം വീട്ടിൽ അറസ്റ്റ് എടുക്കുകയാണ് എന്നുള്ളതാണ്. ഫോർട്ട് പോലീസിൽ രാഹുൽ പരാതി നൽകുകയും ചെയ്തു. പരാതിയെ തുടർന്ന് ഈ ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുക്കുകയും ഈ 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പക്ഷേ ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായത്. നിരവധി കേസിലെ പ്രതികളാണ് ഈ 3 പേരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ മാലിന്യം ശേഖരിച്ച് അനധികൃതമായി ഈ നഗരപ്രദേശങ്ങളിൽ തന്നെ തള്ളുന്ന ഒരു മാലിന്യ മാഫിയ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇവരിൽ നിന്നാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം ഈ ശുചീകരണ തൊഴിലാളിക്ക് ഏൽക്കേണ്ടി വന്നത്. സുജ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അനുമതിയില്ലാതെ നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ചുകൊണ്ട് തള്ളുന്നത് തടഞ്ഞ ശുചീകരണ തൊഴിലാളിയെ മർദ്ദിക്കുകയായിരുന്നു. കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ അല്ലേ?